പാലക്കാട്ടെ ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടികയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രന്റെ പേരും. മുമ്പ് 2 തവണ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച ശോഭ 2016-ൽ നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു. ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് പാലക്കാട് വിട്ട ശോഭ പിന്നീട് ആലപ്പുഴയിൽ മത്സരിക്കുകയായിരുന്നു. ശോഭയെ വീണ്ടും പാലക്കാട് കൊണ്ടുവരാനാണ് നീക്കം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെ എതിർക്കുന്ന ശിവരാജൻ, പ്രമീള ശശിധരൻ വിഭാഗവും ശോഭാ സുരേന്ദ്രന് വേണ്ടി രംഗത്തുണ്ട്. കൃഷ്ണകുമാറിന്റെയും ശോഭയുടെയും പേരുകളാണ് പാലക്കാടുള്ളത്. കൃഷ്ണകുമാർ മലമ്പുഴയിൽ തന്നെ മത്സരിക്കാനാണ് സാധ്യത. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രന്റെ പേര് പാലക്കാടിന് പുറമെ ഹരിപ്പാട്, കായംകുളം എന്നീ മണ്ഡലങ്ങളിലുമുണ്ട്. 3 പേർ അടങ്ങുന്ന പേരുകളാണ് ഓരോ മണ്ഡലത്തിലും സംസ്ഥാന ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നിശ്ചയിച്ചിട്ടുള്ളത്. കേന്ദ്രസമിതിക്ക് ഉടൻ പട്ടിക കൈമാറുമെന്ന് സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് അറിയിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി. മത്സരിക്കുന്ന ഞങ്ങളൊരു മുന്നണിയാണ്, NDA മുന്നണിയാണ്. ബി.ജെ.പി. മത്സരിക്കുന്ന അസംബ്ലികളെ സംബന്ധിച്ചുള്ള ചർച്ചകളും അതോടൊപ്പം തന്നെ മറ്റു മുന്നണി ഘടകകക്ഷികൾ മത്സരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് അതാത് ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടത്തേണ്ടതുണ്ട്. അതും കൂടെ നടത്തിയതിന് ശേഷം ബി.ജെ.പിയുടെ കേന്ദ്ര പാർലമെന്ററി ബോർഡിന് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്കായിട്ട് ഈ ലിസ്റ്റ് ഡൽഹിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്തെ നേമത്താണ് മത്സരിക്കുക. വട്ടിയൂർക്കാവിൽ കോർപ്പറേഷൻ കൗൺസിൽ റിട്ടയർഡ് IPS ആർ ശ്രീലേഖയെ സ്ഥാനാർത്ഥിയാക്കാനാണ് ശ്രമം. ഇവർ മത്സരിക്കാനില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ആദ്യഘട്ടമായി 35 മണ്ഡലങ്ങളുടെ പട്ടികയാണ് ബി.ജെ.പി. സംസ്ഥാന ഘടകം തയ്യാറാക്കിയിട്ടുള്ളത്. A ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയാണ് ആദ്യഘട്ടത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.